വൈറ്റ് തന്നെ വൈറ്റ് എന്ന് പറഞ്ഞ പാക്കേജാണ്. ഓക്കെ, നമ്മൾ വൈറ്റ് ഉപയോഗിച്ചതിന് വേണ്ടിയാണ് നമ്മൾ റിയാക്ടിന്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ റിയാക്ട് ഉപയോഗിച്ചിട്ട് പ്രൊജക്ട് ചെയ്യാൻ പോവാം. ഇല്ല, ഇപ്പൊ റിയാക്ട് എന്ന് പറഞ്ഞ ലൈബ്രറിയാണ്. ആ ലൈബ്രറി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറെ ഇനിഷ്യൽ കണക്ഷൻസ് കൊടുക്കണം. ഇതെല്ലാം വർക്ക് ആവണമെങ്കിൽ ഈ കണക്ഷൻസ് ആസ് എ ബിഗിനർ നമ്മൾ ഇപ്പോൾ നോക്കണ്ട, അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ആ ഫോൾഡർ നമുക്ക് കിട്ടി, ആ ഒരു ഫോൾഡർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വൈറ്റ് ഉപയോഗിച്ചത്. അതായത് വൈറ്റ് എന്ന് പറഞ്ഞാൽ പാക്കേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫോൾഡർ ക്രിയേറ്റ് ഇല്ലേ 0 ഫസ്റ്റ് ഇല്ലേ, നമ്മളൊന്നും ചെയ്യില്ല, നമ്മൾ വെറുതെ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, റണ്ണായി അല്ലേ. അപ്പൊ അത് റൺ ആവുന്നതിന്റെ കാര്യം അത് കുറെ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്നത് കുറച്ച് കോംപ്ലക്സ് ആണല്ലോ. അപ്പൊ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഈ JSX പഠിച്ചിട്ട് റിയാക്ടിനെ കുറച്ച് യൂസ് ഒക്കെ പഠിച്ച് ഒരു വ്യത്യാസമില്ല. കാരണം സാധാ റിയാക്ട് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ റിയാക്ട് ഉപയോഗിച്ചിട്ട് പ്രൊജക്ട് ഫോൾഡർ ബിൽഡ് ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ സാധാ റിയാക്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ വേറെ റിയാക്ട് ഒന്നും സംഭവമൊന്നുമില്ല. അപ്പം ഇൻ കേസ് വൈറ്റ് ഇല്ലാന്ന് വെച്ചാൽ അപ്പൊ നീ എന്താ ചെയ്യുന്നത് വെച്ചാൽ നീ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് നീ ഈ കാണുന്ന ഫയൽസ് എല്ലാം നീ തന്നെ മാനുവലി ക്രിയേറ്റ് ചെയ്യണം. ഈ കണക്ഷൻസ് എല്ലാം കൊടുക്കണം. വരുന്നുണ്ട്, അതാ പറഞ്ഞത്. അത് വൈറ്റിന് പകരം അവിടെ ഉപയോഗിക്കുന്ന വേറെ പാക്കേജാണ്. അതാണ് ക്രിയേറ്റ് റിയാക്ട് ആപ്പ്. നീ അതല്ലേ ചെയ്തേ, NBX ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ചെയ്തേ. അവിടെ ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു പാക്കേജ് ഉപയോഗിച്ച്, ആ പാക്കേജ് കുറച്ച് പഴയ പാക്കേജാണ്. വൈറ്റ് ആണ് ഇപ്പോൾ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ വൈറ്റിലേക്ക് വന്നത്. ഞാനും ക്രിയേറ്റ് റിയാക്ട് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അവർ വൈറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. വൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതായത് നീ ഇപ്പോൾ ഒരു ചേഞ്ച് വരുന്ന സ്ക്രീനിൽ, അതുകൊണ്ട് നീ ഇപ്പോഴത്തെ നോക്കുമ്പോൾ അത് കാണില്ലേ ഇവിടെ. അത് നോക്കോ, ഞാനിവിടെ മാംഗോ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തു. വന്നില്ലേ, കണക്ട് ചെയ്തില്ല. ഓക്കെ, ഇപ്പൊ മാംഗോ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ മാംഗോ ആണ് കാണുന്നത്. ഓക്കെ, ഞാനിവിടെ ഓറഞ്ച് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ ആണല്ലോ. സേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം റൺ ചെയ്തു. റൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോൾഡറിനകത്തുള്ള ഫുൾ കോഡ് ഉപയോഗിച്ചിട്ട് ഈ പ്രോഗ്രാം റൺ ആവും. എവിടെ റൺ ആവും? നമ്മുടെ കമ്പ്യൂട്ടർ റൺ ആവും. ഓക്കെ ആണല്ലോ. നമ്മളൊരു ചേഞ്ച് നമ്മുടെ കോഡിൽ വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് ഉപയോഗിച്ചിട്ട് ഈ പ്രോഗ്രാം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആവണം. എന്നാലേ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ഘട്ടവും കോഡ് ചേഞ്ച് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് പോയി കാണുക എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ മെനക്കണം അല്ലേ. അതിന് പകരം വൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഗുണം വെച്ചാൽ അതിനുവേണ്ടിയുള്ള ടൂളും വൈറ്റിലുണ്ട്. നമ്മുടെ ഈ പ്രൊജക്ട് ഫോൾഡറിനകത്ത് ലൈവ് സെർവർ പോലെ നമ്മുടെ ഈ പ്രൊജക്ട് ഫോൾഡറിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് റിഫ്രഷ് ചെയ്ത് തരും. അത് വൈറ്റ് കുറച്ചുകൂടെ സ്പീഡ് ചെയ്യും. ക്ലിയർ റിയാക്ട് ആപ്പ് കുറച്ചുകൂടെ സ്ലോ ആണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് വ്യത്യാസം. അതാണ് നമ്മൾ വൈറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് നമ്മൾ റിയാക്ട് ബിൽഡ് ചെയ്യുന്നത്. അതിപ്പം ക്ലിയർ റിയാക്ട് ആപ്പ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും രണ്ടിലും ഉപയോഗിക്കുന്ന റിയാക്ട് സെയിം തന്നെ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ് ഡിഫറൻ്റ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് വ്യത്യാസം. രണ്ടും റിയാക്ടിന്റെ റിയാക്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ഫോൾഡർ ബിൽഡ് ചെയ്യാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് പക്ഷേ ഇതിനകത്ത് വൈറ്റിന്റെ കുറച്ച് കോൺഫിഗറേഷൻ കുറച്ച് എക്സ്ട്രാ ഫയൽസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഗിറ്റ് ഇഗ്നോർ ഫയൽ അതാണ് തോന്നുന്നല്ലേ, ഇതാണ് ഉപയോഗിച്ചത്. ഈ വൈറ്റ് കോൺഫിഗ് ഉണ്ട്, പിന്നെ അങ്ങനെ എക്സ്ട്രാ കുറച്ച് ഫയൽസ്. അപ്പോൾ ഇവർ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കും. കണക്ഷൻ ചെയ്യുന്ന ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട സ്ട്രക്ചർ ഡിഫറൻ്റ് ആണേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് JSX എന്ന് പറയുന്ന ഫയൽ ഫോർമാറ്റ് എന്താണ്, അതെങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ എന്തിനാണ് JSX എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്? നമുക്ക് JS ഉപയോഗിച്ചോടെ, HTML ഉപയോഗിച്ചോടെ. നമ്മൾ എന്തുകൊണ്ട് JSX ഉപയോഗിക്കുന്നു? ജാവാസ്ക്രിപ്റ്റും HTML-ഉം കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടി. അങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആണ് ഇല്ലേ. ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്. കുറച്ചുകൂടെ എളുപ്പം നമുക്കിപ്പോൾ ഒരു എലമെന്റിലേക്ക് ഒരു വേരിയബിളിന്റെ വാല്യൂ, ഇപ്പോൾ ഡാറ്റാബേസിന്റെ ഡാറ്റ വന്നു വെച്ചാൽ നമുക്ക് അത് HTML ഇട്ട് കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ഡാറ്റ എടുത്ത് വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ട് ആ എലമെന്റ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ID വെച്ചിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടൊക്കെ ചെയ്യണം. ഇതാകുമ്പോൾ അത് വേണ്ട, വെറുതെ ബ്രാക്കറ്റ് ഇടുക, അതിന്റെ ഇടയ്ക്കോട്ട് വെക്കുക ഇല്ലേ. അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും. നമ്മളിങ്ങനെ എഴുതിയാലും ശരിക്കും ഇതിനകത്തൊരു കമ്പൈലർ ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം എന്ത് വെച്ചാൽ ഇതിനെ ജാവാസ്ക്രിപ്റ്റ് മാറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വൈറ്റ് അല്ല ഉപയോഗിക്കുന്നത്, ആ കമ്പൈലർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ ആഡ് ചെയ്യണം. നമ്മളെല്ലാം ഓട്ടോമാറ്റിക് സെറ്റ് ആണ്. മനസ്സിലായി? അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ആ സാധനം എന്ത് വെച്ചാൽ ഈ ഇതിനകത്തുള്ള JSX-നകത്ത് HTML-നെ സെപ്പറേറ്റ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റിനെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ടാണ് പ്രോസസ്സിന് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടിയുള്ളൊരു ഫയൽ ഫോർമാറ്റ് ആണ് ഈ JSX. നീ ആ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് കാണണേ, മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ JSX-ൽ എന്തൊക്കെ എഴുതാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തൊക്കെ ചെയ്ത്, നമുക്ക് HTML-ന് ഇടയ്ക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാമെങ്കിൽ എന്ത് ചെയ്യാം, കേളി ബ്രാക്കറ്റ് ഇല്ലേ, കേളി ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ആപ്പിനകത്ത് റിട്ടേൺ കൊടുക്കുന്ന കോഡാണ് എവിടെ വരുന്നത്, UI-ൽ വരുന്നത്. റിട്ടേണിനകത്ത് കൊടുക്കുന്നേ വരുള്ളൂ, റിട്ടേണിന് പുറത്തുള്ളത് വരില്ല. ഓക്കെ, ഇവിടെ റിട്ടേൺ ചെയ്യുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് നോക്കാം. അപ്പം അപ്പുറത്ത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അറക്കകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടാഗുകളെ സ്റ്റോർ ചെയ്യാം ഇല്ലേ. ഒരു വേരിയബിളിനകത്ത് ടാഗിനെ സ്റ്റോർ ചെയ്യാം ഇല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു വേരിയബിളിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിനിടയ്ക്കോട്ട് പ്രിന്റ് എല്ലാം എംബഡ് ആവും അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. പിന്നെ ആ ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം ഇല്ലേ, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു റിട്ടേൺ ഉണ്ടല്ലോ, HTML-ന് ഇടയ്ക്ക് നമുക്ക് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇഫ് കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, ആ സിന്റാക്സ് ഒന്നും വർക്ക് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. അതായത് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഇഫ് കണ്ടീഷൻ ഒന്നും വർക്ക് ആവില്ല.
ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പുറത്തിട്ട് ലൂപ്പ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് അകത്തേക്ക് കൊടുക്കാം. പുറത്ത് മീൻസ് ആ റിട്ടേണിന് മുകളിൽ, അതായത് HTML ഇടയ്ക്കല്ലാതെ പുറത്ത്, അതായത് ഈ ഫംഗ്ഷനകത്ത് നമുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ആ വാല്യൂ ഇതിനകത്തേക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ലൂപ്പ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. നമ്മൾ ഇവിടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആരെയാണ്, മാപ്പാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത കാര്യം എങ്ങനെ ലൂപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ പൊതുവെ നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ട് ആലോചിച്ച് നോക്കുക. ഫ്ലിപ്കാർട്ട്, ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങളിപ്പോൾ ഫോൺ സെർച്ച് ചെയ്യാൻ വെച്ചാൽ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും വരിക, കുറെ ലിസ്റ്റ് ഓഫ് ഫോൺസ് വരും. അവിടെ ചിലപ്പോൾ ഇഷ്ടം പോലെ ലിസ്റ്റ് കാണും, ചിലപ്പോൾ 1000 ഫോൺസ് വരും. ഓക്കെ ആണല്ലോ. അപ്പം ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്, കാർഡായിട്ടല്ലേ, 1000 കാർഡായിരിക്കും. ഒരു ഡെവലപ്പർ കുത്തിയിരുന്ന 1000 കാർഡ് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കാണോ, ആയിരിക്കില്ലല്ലോ. ചിലപ്പം ഈ ഡാറ്റാബേസ് 10,000 ഉണ്ടെങ്കിൽ 10,000 കാർഡ് കാണാം. ഡാറ്റാബേസിൽ എത്ര ഡാറ്റ ഉണ്ട്, എത്ര ഫോണെന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ പോയിട്ട് ആ ഫോൺ എന്ന് പറഞ്ഞ കീവേഡിന് അനുസരിച്ച് എത്ര ഡാറ്റ വരുന്നോ അത്രയും കാർഡ് എന്ത് ചെയ്യണം, അവിടെ ജനറേറ്റ് ആണോ, ഇല്ലേ. അപ്പൊ അത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 1000 കാർഡോ 10,000 കാർഡോ എഴുതി വെച്ചിട്ട് ആവശ്യത്തിന് എടുക്കുകയല്ല ചെയ്യുക, പകരം ലൂപ്പിംഗ് ആണ് ചെയ്യുക. ഒറ്റ കാർഡ് എഴുതി വെക്കും. ഓക്കെ, ഒരു കാർഡ് എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡാറ്റ വെച്ചിട്ട് ലൂപ്പ് ചെയ്യും. ഒരു കാർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഡാറ്റ എടുക്കുന്നു, ഇത് എന്ത് ചെയ്യുന്നു, ഒരു ടെംപ്ലേറ്റ് എടുക്കുന്നു, അതിട്ട് കൊടുക്കുന്നു, വെക്കുന്നു, പിന്നീട് എടുക്കുന്നു, അതിനെടുക്കുന്നു, ഇട്ട് കൊടുക്കുന്നു, വെക്കുന്നു. ഇങ്ങനെയാണ് പരിപാടി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അത് ബേസിക് ആയിട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, നമുക്ക് ഡാറ്റാബേസ് ഇല്ല, പകരം നമ്മൾ ഡാറ്റാബേസിന് ഡാറ്റ എടുത്തു എന്ന് ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളത് ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു അറയിൽ സ്റ്റോർ ചെയ്യുന്നു, കുറെ ഫ്രൂട്ട്സിന്റെ പേര്. ഓക്കെ ഓക്കെ, എന്റെ ആവശ്യം വെച്ചാൽ ഈ ഫ്രൂട്ട്സിന്റെ പേര് UL ലിസ്റ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ലിസ്റ്റ് പോലെ ആദ്യമേ .apple.orange അങ്ങനെ. ഓക്കെ ആണല്ലോ. നമ്മൾ എങ്ങനെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, UL OL ഒക്കെ ആണല്ലോ, ഇതുകൊണ്ട് ഉപയോഗിക്കാം. ഇതിലൂടെ കൊടുക്കും. ഓക്കെ, എന്ത് ചെയ്യും, LI. എന്റെ ആവശ്യം ആ അറക്കകത്തുള്ള എലമെന്റ്സ് വരണം. എങ്ങനെ ചെയ്യാം, ഫ്രൂട്ട്സ് അങ്ങനെ ഓഫ് 0 ഇല്ലേ. ഇപ്പൊ എന്ത് ചെയ്യും, അത് വരും 1 കൊടുത്താൽ ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കും, സംഭവിക്കാം ഫ്രൂട്ട്സ് കൊടുക്കും. ഓക്കെ, എല്ലാം കൂടെ ഒറ്റ സ്ട്രിംഗ് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് എല്ലാം ഒറ്റ സ്ട്രിംഗ് ആയിട്ട് എടുക്കും. അര ഇങ്ങോട്ട് ഒറ്റ സ്ട്രിംഗ് ആയിട്ട് എടുക്കും. നമ്മൾ ടെക്സ്റ്റ് ഇങ്ങോട്ട് വന്നല്ലേ, ഈ അര കൊടുക്കാൻ സംഭവിച്ചത് ഇതെല്ലാം എലമെന്റ്സ് ആയിട്ട് എടുക്കും, എല്ലാം അടുപ്പിച്ച് എടുക്കും. അങ്ങനെ ഇതെല്ലാം ടെക്സ്റ്റ് എല്ലാം ഒന്നിച്ച് വരും. മനസ്സിലായി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ നമുക്ക് ഓരോ എല്ലാം വേണം. നമ്മൾ 0 1 2 3. അപ്പോൾ ആദ്യത്തെ എന്ത് ചെയ്യും, രണ്ടാമത്തെ കുറച്ച് വന്നു ഒരു 100 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100 എഴുതണം. അത് പാടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലൂപ്പ് ചെയ്യാം. ഫോറിൽ എഴുതാൻ പറ്റില്ല, വൈകിട്ട് നമ്മൾ ഇടപെട്ട ലൂപ്പ് വെച്ചാൽ മാപ്പാണ്. നമുക്ക് വേണമെങ്കിൽ പുറത്തെ ലൂപ്പ് ചെയ്യാം, അത് ആദ്യം ചെയ്യാം. ഇല്ലല്ലോ, അല്ല നമുക്ക് ആദ്യം മാപ്പ് ചെയ്യാം, നമുക്ക് പുറത്തെ ലൂപ്പ് ചെയ്യാൻ. ഓക്കെ, മാപ്പ് ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ ഫുള്ള് മാറ്റാം. ഓക്കെ, ഇവിടെ നമ്മൾ HTML അതായത് UL ജാവാസ്ക്രിപ്റ്റ് ചെയ്യാൻ പോകണം. നമ്മൾ എന്ത് ചെയ്യണം, ടേബിൾ പാക്കണം. ഓക്കെ, ഈ മാപ്പിന് ഓർമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഓർമ്മയുണ്ടോ, നമ്മൾ എങ്ങനെ ചെയ്തേ, ഓർമ്മയുണ്ടത്. ഓക്കെ, എനിക്ക് വേണ്ടത് പുതിയ ആക്കിയത് ഇന്നെല്ലാം ഇരട്ടി ഉണ്ടാവും. അതായത് എന്ത് 2 4 6 8 അങ്ങനെ ഇരട്ടി സ്ക്വയറില്ല. ഓക്കെ, എങ്ങനെ ചെയ്യാം, നമുക്ക് പറഞ്ഞേ. എന്താ സംഭവിച്ചത്, ഇവിടെ നമ്മൾ ആ മാപ്പിനുള്ളിൽ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. മാപ്പ് എന്ത് ചെയ്യും, നമ്മുടെ നമ്മൾ പറയുന്ന അതായത് ഓരോ എലമെന്റ് എടുത്ത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഐഡി സ്ഥാനത്ത് 1 വരും. ഈ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു അത് ഡബിൾ സേവ് ചെയ്യും. ഡബിൾ ആയിരിക്കും ആ എലമെന്റ് അതേ പൊസിഷനിൽ സേവ് ചെയ്യും. അല്ലേ, ഇപ്പോൾ ഈ ആദ്യം 2 വരും, അത് 1 2 പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അടുത്ത എലമെന്റ് കോൾ ചെയ്യും. അങ്ങനെ എല്ലാ എലമെന്റ്സിനെ കോൾ ചെയ്യും. ഓരോ എലമെന്റ് കോൾ ചെയ്യുമ്പോൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്, അതോടെ വരും, ഡബിൾ വരും. അല്ലേ. ഓക്കെ, ഡൗൺ ചെയ്ത് നോക്ക്, ഡൗൺ ചോദിക്കേ. അപ്പം ഈ മാപ്പ് ഈ നമ്മിനകത്തുള്ള ഓരോ എലമെന്റ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ആദ്യമേ 1 ഇട്ട് കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ 1 ഇട്ട് ഇപ്പോൾ ഞാൻ DB എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം, DB എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഞാൻ അതിൽ 5 പാസ് ചെയ്യുന്നു. എനിക്ക് എന്താ റിട്ടേൺ ആയിട്ട് കിട്ടുക, കൺസോൾ റിട്ടേൺ ചെയ്യുന്നത്. അവിടെ കോൾ അവിടെ വരും 10 വരും, 6 പാസ് ചെയ്താൽ 100 പാസ് ചെയ്താൽ 200 അല്ലേ, അങ്ങനെ ബാക്കിയാണ്. ഓക്കെ, നമ്മൾ ചെയ്ത വെച്ചാൽ നമ്മൾ നം.മാപ്പ് കൊടുത്തു, അതായത് ഈ അറയാണ് മാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഈ ഫംഗ്ഷൻ പാസ് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ഈ മാപ്പ് ചെയ്യുന്ന ഈ അറയുള്ള ഓരോ എലമെന്റ് ഇട്ടിട്ട് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ ആദ്യം എന്തിട്ട് കോൾ ചെയ്യും, അതായത് ഒരു എലമെന്റ് കോൾ ചെയ്യാൻ മീൻസ് അത് DBFN ആദ്യം എന്തിട്ട് കോൾ ചെയ്യും, 1 ഇട്ട് കോൾ ചെയ്യും, പിന്നെ 2 ഇട്ട് കോൾ ചെയ്യും, പിന്നെ 3 അങ്ങനെ മനസ്സിലായി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളൂ. ആദ്യം 1 ഇട്ട് കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുക, ഈ ഫംഗ്ഷനിൽ ഐഡി സ്ഥാനത്ത് എന്ത് വരും, അത് മാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പം അതായത് അതിൽ ഓരോ എലമെന്റ് അതേ പൊസിഷനിൽ എന്താണ് റിട്ടേൺ ചെയ്തത്. ഇൻ കേസ് ഞാനൊന്ന് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡബിൾ എന്താ. ഓക്കെ, എന്തായിരിക്കും വരും. അപ്പൊ നമുക്ക് മനസ്സിലായോ. ഓക്കെ, അങ്ങനെ സ്കോർ അടിക്കാനുള്ള ചെയ്തേ, സ്കോർ അടിക്കാനുള്ള റാൻഡം നമ്പേഴ്സ് ഉണ്ട് അതില്ല.
ഇവിടെ ചെയ്യുന്നത് അറിയാത്ത എലമെന്റ്സ് അതനുസരിച്ച് ഈ ഫംഗ്ഷൻ കോളം. മാപ്പ് ലൂപ്പ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് ലൂപ്പ് എന്ന് വെച്ചാൽ ഒരു സാധനം പിന്നെ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൂപ്പാണ് ഫംഗ്ഷൻ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലൂപ്പിന്റെ കൺസെപ്റ്റ് അല്ല. അതല്ല അത് ഫോർ ലൂപ്പ് ആക്കി നമ്മൾ ഇതിന്റെ സെറ്റ് കോഡ് പിന്നെ ഫോർ ലൂപ്പിനകത്ത് എഴുതുന്നത് ബാക്കി കണ്ടീഷൻ അനുസരിച്ച്. ഇവിടെ കണ്ടീഷൻ ഇല്ല. ഇവിടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ അറയുടെ ലെങ്ത് അതില്ല. ഇവിടെ ചെയ്യുന്നത് അറിയാത്ത എലമെന്റ്സ് അതനുസരിച്ച് ഈ ഫംഗ്ഷൻ കോളം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറയിലുള്ള എലമെന്റ്സിനെ ലൂപ്പ് ചെയ്ത് ഇവിടെ LIs കാണിക്കാൻ പോകാം. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെ നോക്കി, അപ്പൊ ഞാൻ അവിടെ UL ഇട്ടു. UL-നകത്താണല്ലോ LIs വരേണ്ടത്. ഈ LIs എങ്ങനെ വരണം, ആ അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ, സോറി എത്ര അതെ എലമെന്റ്സ് ഇവിടെ എലമെന്റ്സ് പറയുമ്പോൾ സ്ട്രിങ്സ് എത്ര സ്ട്രിങ്സ് ഉണ്ടോ അത്രയും LIs വരണം അല്ലേ. അപ്പൊ അതിനോട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വരിക, നമുക്ക് ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും അല്ലേ. ഇവിടെ അത് വേണ്ട, ഇവിടെ നമ്മൾ ബാക്കി പാർട്ട് മാത്രം എഴുതിയാൽ മതി, ഓട്ടോമാറ്റിക്കലി UL അത് വന്നോളൂ. അതായത് നോക്കിക്കോ, സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം എന്താ, ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടാൽ മതി, ലൂപ്പ് ചെയ്ത് ഡയറക്റ്റ് UL ലൂപ്പ് ആയിക്കോളും, കോഡങ്ങ് വന്നോളും. അതായത് നോക്കിക്കോ, ഇവിടെ വരിക, നമുക്ക് ഏത് അറയാണ് ലൂപ്പ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക കൊടുക്കുക, ഫ്രൂട്ട്സ് ഡോട്ട് മാപ്പ് എന്നെന്ത് ചെയ്യുക, ഇതിലേക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുക. ഓക്കെ, ഞാൻ ആ ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ വേറെ എടുത്ത് എഴുതുന്നില്ല, കാര്യം ഇവിടെ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ ഇത്രയാണുള്ള ഫംഗ്ഷൻ, നമുക്ക് അത്രയും ഭാഗം എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ഇങ്ങനെ കൊടുക്കാം. ഇല്ല കൊടുത്തൂടെ. അതായത് വേറെ നമ്മൾ ശരിക്കും പറഞ്ഞ ഫംഗ്ഷൻ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിവിടെ വേറെ DBF എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്തു, അതിന് പകരം വേണേൽ ഡയറക്റ്റ് അവിടെ എഴുതി കൊടുക്കാം, കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ എഴുതി. അപ്പം എന്ത് ചെയ്യും, മാപ്പ് എന്ത് ചെയ്യും, ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ അറയിലുള്ള ഓരോ എലമെന്റ്സിനെ ഇട്ടിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അതായത് ഈ ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ ഈ ഐയിൽ ആദ്യം എന്ത് വരും, ആപ്പിൾ, പിന്നെ എന്ത് വരും, ഓറഞ്ച്, ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്തു നോക്കിയോ, റിട്ടേൺ ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് LI ആണ്. LI ആണ്. LI വെറുതെ റിട്ടേൺ ചെയ്യല്ല, ഈ LIയുടെ ഇടയിൽ ഞാൻ എന്ത് ആഡ് ചെയ്യും, അപ്പൊ ഇവിടെയും HTML ആണ്, അതിന്റെ ഇടയ്ക്ക് ജാവാസ്ക്രിപ്റ്റ് പിന്നെ ആഡ് ചെയ്യണമെങ്കിൽ കേളി ബ്രാക്കറ്റ് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ I എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്ന നോക്കിയേ, ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേ ലൂപ്പായിട്ട് ആദ്യം എന്തൊരു ആപ്പിൾ വരും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ കോൾ ആവും, ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും, LI ഓഫ് ആപ്പിൾ. അപ്പൊ ഇത് ഇവിടെ വരും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, അടുത്ത എന്ത് റിട്ടേൺ ചെയ്യും, ഓറഞ്ച് വെച്ചിട്ടുള്ള LI അത് ഇവിടെ വരും. അങ്ങനെ ലൂപ്പായി ഫുൾ സാധനം ഇവിടെ വന്നോളൂ. നമ്മൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നില്ല, പകരം UL അല്ലെങ്കിൽ ലൂപ്പായി വന്നോളൂ. അതായത് നമ്മൾ ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ഈ അറയ്ക്കകത്ത് ഒരു കിവി ആഡ് ചെയ്ത് വെച്ചാൽ ഈ അറയിൽ എത്ര ഡേറ്റ ഉണ്ടോ അത്രയും മറ്റം ഇത് ലൂപ്പ് വർക്കായി വന്നോളൂ. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഡേറ്റ കാണുന്നത്. ഇതുപോലെ അറയ്ക്കകത്തായിരിക്കും ഡേറ്റ ഫുൾ വരും. ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു അറയ്ക്കകത്ത് ഇഷ്ടം പോലെ ഫോൺസിന്റെ ഡേറ്റ വരും. അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും വരിക. ഓരോ ഫോണും ഓരോ ഒബ്ജക്റ്റ്, അങ്ങനെ അറേ ഇഷ്ടം പോലെ ഒബ്ജക്ട്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ലൂപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും. എത്ര എണ്ണം വരുന്നു അത്രയും കാർഡ് കാണും. 10 എണ്ണം വന്ന് 10 കാർഡ്, 100 എണ്ണം 100 കാർഡ്. നമ്മൾ അതിനെ അറിയാൻ ഒന്നും ചെയ്യാൻ വേണ്ട, ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് വന്നോളൂ. കാര്യം ആ മാപ്പ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, അറയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടോ അത്രയും വട്ടം അല്ലേ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ 1 2 3 4 5 എണ്ണം ഉണ്ട്, 5 വട്ടം വർക്കായി. മനസ്സിലായോ? ചെയ്ത് നോക്കിയേ. എവിടെ എവിടെ മാപ്പ് മനസ്സിലായോ? ഓക്കെ, അടുത്തോട്ടെ. ഓക്കെ, നമുക്ക് മാപ്പ് തന്നെ യൂസ് ചെയ്യാം, പക്ഷെ നമ്മുടെ ഡേറ്റ ഇതല്ല. പകരം നമുക്ക് 5 യൂസേഴ്സിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യണം. 5 യൂസറിന്റെ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഒബ്ജക്റ്റ്. അപ്പൊ എങ്ങനെ കൊടുക്കും, ഇപ്പോൾ യൂസർ. ഓക്കെ, എങ്ങനെ കൊടുക്കും, ഡേറ്റ എന്ന് പറയുമ്പോൾ അയാളുടെ നെയിം, ഏജ്, പ്ലേസ്. ഇപ്പൊ എന്ത് കൊടുക്കും, നെയിം. ഓക്കെ, അടുത്തോ, ഇപ്പൊ ഒരാളുടെ ഉള്ളൂ, കോമ. ഓക്കെ, എവിടെ എവിടെ ഇതിന് പകരം
അറേ കൊടുക്കണം. അറയിൽ ഓരോ ഒബ്ജക്റ്റ് ഓരോ യൂസർ നെയിം. ഇത് നമ്മൾ പറഞ്ഞ ഒരു അറേ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്. ഓക്കെ, ചുമ്മാ കൊടുക്കും. 5 വേണേ 5 ഇടാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ 3 കൊടുത്തോളൂ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഈ അറയ്ക്കകത്ത് 3 യൂസേഴ്സിന്റെ ഡാറ്റ സ്റ്റോർ ആയി ഇല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ ആവശ്യം വെച്ചാൽ നമുക്ക് ഈ 3 യൂസേഴ്സിന്റെയും ഡാറ്റ നമ്മുടെ യു എയിൽ 3 ബോക്സിൽ കാണിക്കണം. 4 4 ബോക്സ്, 5 5 ബോക്സ്. ഓക്കെ, എങ്ങനെ ചെയ്യാം? കാരണം മനസ്സിലായോ? കാർഡായിട്ട് കാണിക്കണം, ഓരോ കാർഡിൽ ഓരോ യൂസർ. അറയിൽ എത്ര ഡാറ്റ ഉണ്ടോ അത്രയും കാർഡ് ക്രിയേറ്റ് ആണോ. ഇവിടെ നമുക്ക് മാപ്പ് ഉപയോഗിച്ചൂടെ? അതായത് ഞാൻ ഉള്ളതുകൊണ്ട് ഒരു ഡിവ് ഇടുന്നു, കണ്ടെയ്നർ. ഇഷ്ടമുള്ള പേര് എടുക്കാം, ഞാൻ കണ്ടെയ്നറിന്റെ പേര് കൊടുക്കുന്നു. ഓക്കെ, ഈ ഡിവിനകത്ത് ഞാൻ മാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മാപ്പ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ യൂസേഴ്സ് ഡോട്ട് മാപ്പ് ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് കിട്ടും? ഐ കിട്ടും. ഫസ്റ്റ് ലൂപ്പിൽ ഐയിൽ എന്താ വരിക? അല്ല, ജോൺ ആണോ? ആ ഒരു ഒബ്ജക്റ്റ് ആണ് വരിക അല്ലേ? സെക്കൻഡ് ലൂപ്പിൽ രണ്ടാമത്തെ ഒബ്ജക്റ്റും തേർഡ് ലൂപ്പിൽ മൂന്നാമത്തെ ഒബ്ജക്റ്റും. അതായത് ഫസ്റ്റ് ലൂപ്പിൽ ഐയിൽ ഉണ്ടാവുന്നത് ഈ ഫുൾ ഒബ്ജക്റ്റ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിനകത്ത് ഞാൻ റിട്ടേൺ ചെയ്യുന്നു ഡോട്ട് കാർഡ് എന്ന് പറഞ്ഞ ഡിവ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നു ഹിസ്റ്ററി നെയിം എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു ഇവിടെ? ഐ എന്ന് പറയുമ്പോൾ എന്തായി? ഫുൾ ഒബ്ജക്റ്റ്. അതിനകത്തുള്ള നെയിം എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാം? നെയിം എന്ന് വെറുതെ വിളിച്ചാൽ മതിയോ? ഐ എന്ന് പറയുന്ന ഒബ്ജക്റ്റാ, അതിനകത്തുള്ള നെയിം എടുക്കും. ഒരു ഒബ്ജക്റ്റിനകത്തുള്ള വാല്യൂ കീ അങ്ങനെ എടുക്കാം. ഐ ഡോട്ട് നെയിം അല്ലേ? ഫസ്റ്റ് ലൂപ്പിൽ ഐയിൽ വന്നേക്കുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഐ ഡോട്ട് നെയിം എന്ന് വിളിക്കുമ്പോൾ എന്ത് വന്നു? നെയിം. അടുത്തത് ഏജ്, അടുത്തത് പ്ലേസ്, ഏജ് പ്ലേസ്. ഫസ്റ്റ് ലൂപ്പിൽ ഈ ഡിവ് റിട്ടേൺ ആവും. അപ്പൊ എന്ത് വരും? ഹിസ്റ്ററി അത് ഇത് നെയിം ഏജ് പ്ലേസ് ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ലൂപ്പിൽ ഐ ഡോട്ട് നെയിം എന്ന് പറയുന്നത് ജോണും ഏജ് എന്ന് പറയുന്നത് 45 പ്ലേസ് എന്ന് പറയുന്നത് എറണാകുളം. സെക്കൻഡ് ലൂപ്പ് ആകുമ്പോൾ അടുത്തത്, തേർഡ് ലൂപ്പ് ആകുമ്പോൾ അടുത്തത്. അപ്പൊ നമുക്ക് കാണുന്ന മുമ്പ് അതിന്റെ ജസ്റ്റ് സേവ് കൊടുക്കാം. ഡോട്ട് കാർഡ് മാർജിൻ 10 പിക്സൽ, ബോക്സ് ഷാഡോ 0 പിക്സൽ. ഓക്കെ, ഓക്കെ, കാർഡായില്ലേ? 3 കാർഡായാലും നമുക്ക് ഇങ്ങനെ എക്സാക്ട് സൈസ് ആണെങ്കിൽ ഓക്കെ, കണ്ടോ? 3 കാർഡായില്ലേ? ഈ 3 കാർഡ് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാർഡ്, ഇവിടെ ഒരു കാർഡ്, ഇവിടെ ഒരു കാർഡ്, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ആർക്ക് കൊടുക്കാം? കണ്ടെയ്നറിന് ഫ്ലെക്സ് കൊടുക്കാം അല്ലേ? കണ്ടെയ്നർ ഡിസ്പ്ലേ ഒന്നില്ലേ? അപ്പം ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മുടെ ഈ അറേ ലൂപ്പായിട്ടാണ് ഈ ഡിപ്സ് വന്നേക്കുന്നത് ഇല്ലേ? ഇവിടെ നാലാമത് വേറൊരാൾ വന്ന എന്താ പേര്? ടോപ്പ് പേര് ഒരു 35 വന്നാൽ എന്ത് ചെയ്യും? അടുത്ത കാർഡായി. കണ്ടോ? അപ്പൊ എത്ര ഡേറ്റ വേണ്ടോ അതിനനുസരിച്ച് കാർഡ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, കുറെ ഡേറ്റ ഉണ്ടെങ്കിൽ കുറെ കാർഡ് ആണല്ലോ. അപ്പൊ താഴെ താഴെ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യാം? ഫ്ലെക്സ് റാപ്പ് ഒക്കെ ആണല്ലോ. നോക്കിയാൽ മനസ്സിലായത്? നമ്മൾ ആ അറേ ലൂപ്പ് ചെയ്തു, സെയിം സാധനം. നമ്മളിവിടെ ചെയ്തെന്താ? നമ്മൾ അറേ എഴുതി, എന്നിട്ട് ഇവിടെ ലൂപ്പ് ചെയ്തു.
എന്നിട്ട് സോൾവ് ചെയ്തേ നോക്ക്. ബാക്കി അത് കിട്ടിയോ? നമുക്ക് വേണമെങ്കിലേ ഇമേജ് കൂടെ ആഡ് ചെയ്യാം. അതായത് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇമേജ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ഇമേജ് കോപ്പി ചെയ്തു.